തേങ്ങയൊന്നുമില്ലാതെ നമുക്ക് മുളകിട്ട മീൻകറി എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഞാൻ ചതച്ചതാണ്. അത് ഒരു 2 തക്കാളി, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി എരിവുള്ളതും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത ശേഷം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ച് തിരുമിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലപോലെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് ചേർക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറവൽ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതാണ്, അതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നമുക്കിനി ഇത് നമ്മുടെ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.